വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടും. ഇത് ഞാൻ പറയുന്നതല്ല. തിരുവനന്തപുരത്തുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നതാണ്. രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടും എന്ന് പറഞ്ഞ മണ്ഡലമേതാണ്? രണ്ടാമത്തെ ചോദ്യം, കോൺഗ്രസ് പരാജയപ്പെടും എന്ന് പറഞ്ഞതിന് കാരണമെന്താണ്? രണ്ടിനും ഉത്തരമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പരാജയപ്പെടും എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന ആ മണ്ഡലം ചിറയൻകീഴ് നിയമസഭാ മണ്ഡലമാണ്. ചിറയൻകീഴ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലരും ചിരിക്കും. വർഷങ്ങളായി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനെന്താ അത്ഭുതമെന്നായിരിക്കും അവർ ചോദിക്കുന്നത്. LDFൽ CPIക്ക് നൽകിയിരിക്കുന്ന മണ്ഡലം അതാണ് ചിറയൻകീഴ്. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. എന്നാൽ മറിച്ച് ചിന്തിച്ചാൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലമൊന്നുമല്ല ചിറയൻകീഴ്. CPI ആണ് MLA സ്ഥാനം വഹിക്കുന്നതെങ്കിലും പണിയെടുക്കുന്നത് മുഴുവൻ CPMകാരാണ്. ചുരുക്കി പറഞ്ഞാൽ മുന്നണി അടിസ്ഥാനത്തിൽ CPIയുടെ പ്രതിനിധിയെ MLA ആക്കാൻ വേണ്ടി മാത്രം നൽകിയിരിക്കുന്ന ഒരു സീറ്റ്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെല്ലാം അപ്രമാദിത്വം കോൺഗ്രസിനും CPMനും ഒരേപോലെയുണ്ട്. അതായത് കോൺഗ്രസിന് മണ്ഡലത്തിൽ വേണമെങ്കിൽ വിജയിക്കാം എന്ന അവസ്ഥ. ഇത്രയും നാളും ഒരുപക്ഷെ അതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തി മത്സരിപ്പിക്കാത്തത് കൊണ്ടായിരിക്കണമെന്നാണ്. പിന്നെ അതുമാത്രമല്ല, മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ രാഷ്ട്രീയ സ്ഥിതി ഇടതുപക്ഷത്തിന് എപ്പോഴും അനുകൂലമായിട്ടായിരുന്നു. എന്നാൽ ആ രാഷ്ട്രീയ സ്ഥിതിക്ക് മാറ്റങ്ങൾ വരാൻ അധിക താമസമില്ല എന്നുള്ളത് കേരളത്തിലെ തന്നെ പല ഉദാഹരണങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം തന്നെ എടുത്താൽ വോട്ടെണ്ണിയപ്പോൾ ഈ പറയുന്ന ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ അത്രത്തോളം ശക്തി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ കോൺഗ്രസ് അവിടെ തോൽക്കുന്നത്. ശക്തനായ അല്ലെങ്കിൽ ജനകീയനായ സ്ഥാനാർത്ഥിയുടെ അഭാവം കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ചിറയൻകീഴ് മണ്ഡലത്തിൽ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം അതല്ല. ഈ പറഞ്ഞതുപോലെ ശക്തനായ, ജനകീയനായ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയാലും തോൽവിയായിരിക്കും ഫലം എന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി അവർ ഇക്കൂട്ടത്തിൽ പ്രവചിക്കുന്നു. റിസൾട്ട് അറിയുന്ന ദിവസം തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ആദ്യം തോൽക്കുന്ന മണ്ഡലവും ചിറയൻകീഴായിരിക്കും എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറയണമെങ്കിൽ അത്രത്തോളം വലുതായ എന്തോ വിഷയം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് സത്യം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന്. കാരണം ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. CPMനും മറ്റ് എതിരാളികൾക്കും വെറുതെ കളി കണ്ടു നിൽക്കേണ്ട കാര്യം മാത്രമേ അവിടെയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ അപ്രമാദിത്വം CPMനും കോൺഗ്രസിനുമാണെന്ന്. മണ്ഡലം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPI ആണ്. CPI ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തുകൾ ഈ മണ്ഡലത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വർഷം മുൻപ് വരെ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതായിരുന്നു ഉത്തരം. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. ഈ ഒരു വർഷത്തിനുള്ളിൽ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ഉൾപ്പെടുന്ന മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുകയും CPIക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു പ്രത്യേകത കൂടി മുതാക്കൽ പഞ്ചായത്തിനുണ്ട്. ബദ്ധശത്രുക്കളായ CPMും കോൺഗ്രസും ഒരുമിച്ച് ഭരണം നടത്തുന്ന പഞ്ചായത്ത് കൂടിയാണ് മുതാക്കൽ. ശത്രുക്കൾ തമ്മിൽ കൂട്ടുകൂടിയത് നേതാക്കന്മാർക്ക് താല്പര്യമുള്ള വിഷയമായിരുന്നു എങ്കിലും ജനങ്ങൾക്ക് അത്രത്തോളം താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പഞ്ചായത്തിൽ BJP ചെറുതല്ലാത്ത മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് മണ്ഡലത്തിൽ കോൺഗ്രസിന് അനിവാര്യമായ തോൽവിയെക്കുറിച്ചാണ്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയിൽ ഇരിക്കുന്നവർ വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരിൽ നടത്തുന്ന ചില നടപടികൾ ആ പാർട്ടിക്ക് വിജയിക്കാനുള്ള ചില അനുകൂല ഘടകങ്ങളെ കൂടി ഇല്ലാതാക്കുന്നതാണെന്ന് പറയാതെ വയ്യ. അത്തരത്തിലൊരു നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളും മിക്കവാറും കോൺഗ്രസിന് ബാലി കയറാൻ മലയായിരിക്കും. സുധാകരനും VD സതീശനും കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ഒരു ഉമ്മൻചാണ്ടി കാലമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിരുന്ന സമയം. ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ ആയിരുന്നു MA ലത്തീഫ്.
ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിച്ചാലും ഇദ്ദേഹത്തെപ്പറ്റി അറിയാൻ കഴിയും. ഇത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ മാത്രമായതുകൊണ്ടല്ല, കോൺഗ്രസ് പാർട്ടിയിലെ നല്ല സംഘാടകരിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ആൾ ജനകീയനും കൂടിയായിരുന്നു. ലത്തീഫ് അങ്ങനെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും മത്സരിച്ചിട്ടില്ല. എങ്കിലും രാഷ്ട്രീയപരമായി ജില്ലയിലെ നീക്കങ്ങളൊക്കെ, അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി അസുഖം മൂലം അവശ നിലയിലായതിന് പിന്നാലെ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനെ, അതായത് ലത്തീഫിനെ കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ നേതൃത്വം വെട്ടി വെയിലത്ത് വെച്ചു. ലത്തീഫിനെതിരെ പാർട്ടി സംഘടനാപരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ ഗ്രൂപ്പ് കളിച്ചു, വിഭാഗീയ പ്രവർത്തനം നടത്തി എന്നിങ്ങനെയുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തിയാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഒരു മനുഷ്യനെ എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ അത്രത്തോളം നാണം കെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ലത്തീഫിൻ്റെ വിഷയത്തിൽ കയറി കളിച്ചത്. അതായത് ഒരു നേതാവിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക. സസ്പെൻഷൻ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. ആ പുറത്താക്കിയ നേതാവിനെ 1.5 വർഷം കഴിഞ്ഞ് പാർട്ടിയിൽ തിരിച്ചെടുക്കുക. ഈ തിരിച്ചെടുത്ത ആളെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെടുത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് പുറത്താക്കുക. എവിടെയെങ്കിലും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കാര്യമാണോ ഇത്? എന്നാൽ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഈ പറഞ്ഞ ലത്തീഫിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തത്. സാധാരണയായി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രവർത്തകരെ അച്ചടക്ക നടപടികളുടെ ഭാഗമായി പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അതൊക്കെ ഒരു സ്വാഭാവിക രീതിയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയെ മുൻകാല വൈരാഗ്യത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അതിനുശേഷം അയാളെ തിരിച്ചെടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്താക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയെ എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ അത്രത്തോളം നാണം കെടുത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ എന്ന് വ്യക്തം. ഇതിന് ചുക്കാൻ പിടിച്ചത് സാക്ഷാൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് എന്നാണ് തലസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായ സുധാകരൻ അവിടെ മത്സരിക്കാനായി പോയിരുന്നു. സുധാകരൻ ഇല്ലാത്ത സമയത്ത് KPCC അധ്യക്ഷ പദവിയിലിരുന്നത് ഹസൻ ആയിരുന്നു. ഹസൻ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നും ഹസൻ നടത്തിയ നടപടികൾ പുനഃപരിശോധിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തുകൊണ്ടാണ് സുധാകരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയത്. ഈ ഹസൻ എടുത്ത തീരുമാനം എന്താണെന്ന് മനസ്സിലായോ? സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവധിയെടുത്ത് കണ്ണൂരിൽ മത്സരിക്കാൻ പോയപ്പോൾ KPCC അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത ഹസൻ അദ്ദേഹം ആദ്യം ചെയ്ത നടപടി ഈ ലത്തീഫിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. കെ സുധാകരൻ മത്സരവും കഴിഞ്ഞ് വോട്ടെടുപ്പും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. വന്നയുടൻ അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുകയും ആദ്യം എടുത്ത തീരുമാനം ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി മരവിപ്പിക്കുകയുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ നാണം കെട്ടത് ലത്തീഫ് മാത്രമല്ല, ലത്തീഫിനെ തിരിച്ചെടുത്ത ഹസനും കൂടിയാണ്. VD സതീശൻ്റെ തീരദേശ സന്ദർശനത്തിൻ്റെ ഭാഗമായി മുതലപ്പൊഴി സന്ദർശിച്ച സമയത്ത് ആ സന്ദർശനം തടയാൻ ലത്തീഫ് ഇടപെട്ട് നിർദ്ദേശം നൽകി എന്നാണ് കോൺഗ്രസ് കണ്ടെത്തൽ. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് ഇത് കണ്ടെത്തിയത്. ചിറയൻകീഴ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ലത്തീഫ് ആണെന്നും പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ലത്തീഫിനെതിരെ നടപടിയെടുക്കുവാൻ പാർട്ടി തീരുമാനിച്ചത് എന്നാണ് വിവരം. ഇനി യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ കോൺഗ്രസ് നിലനിൽക്കുന്നത് ലത്തീഫ് എന്ന നേതാവിൻ്റെ കൂടെയാണെന്ന് അറിയാത്തവരല്ല സുധാകരനും സതീശനുമൊക്കെ. എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ കെ സുധാകരനും സതീശനും നടപടിയെടുത്തു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ. ലത്തീഫ് ഉമ്മൻചാണ്ടി പക്ഷക്കാരനാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഉമ്മൻചാണ്ടി യുഗം അവസാനിച്ചു എന്ന സൂചന മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നൽകാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് അദ്ദേഹം നോക്കി നിൽക്കെ ലത്തീഫിനെ സുധാകരൻ സസ്പെൻഡ് ചെയ്തത് എന്നാണ് ഇന്നും ഉമ്മൻചാണ്ടിയോട് കൂറുള്ള ചില കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. കെ സുധാകരൻ ലത്തീഫിനെതിരെ നടപടി കൈക്കൊണ്ടതോടുകൂടി എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞു. തങ്ങളുടെ നേതാവായ ലത്തീഫില്ലാതെ തങ്ങൾക്ക് പാർട്ടി വേണ്ട എന്ന നിലപാട് അവർ കൈക്കൊണ്ടു. മാത്രമല്ല ഇപ്പോഴത്തെ KPCC നേതൃത്വത്തിനെതിരെ പരസ്യമായി അവർ പ്രകടനം നടത്തുകയും ചെയ്തു. അന്ന് പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനെ വിളിച്ച തെറിയൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു. കെ സുധാകരൻ്റെ പ്രഷർ കൂട്ടാനുള്ള കാരണവും ഇതുതന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ലത്തീഫിന് എതിരെയുള്ള നടപടി ഉമ്മൻചാണ്ടിക്കും സംഘത്തിനുമുള്ള ഒരു വാണിംഗ് ആയിരുന്നു എന്നാണ് ഈ തലസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്.
അത് മനസ്സിലാക്കിയാകണം ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന പല നേതാക്കളും മറുകണ്ഠം ചാടുകയും ചെയ്തു. എന്നാൽ ഈ മറുകണ്ഠം ചാടിയ നേതാക്കൾക്കൊപ്പം ജനങ്ങളില്ല എന്നുള്ളതാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ലത്തീഫ് ഇന്നും ഒരു കോൺഗ്രസ് വിശ്വാസിയായി തന്നെ തുടരുകയാണ്. മറുകണ്ഠം ചാടാത്ത ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി 2 തവണ ഒരേ വിഷയത്തിൽ പുറത്താക്കൽ നടപടി നേരിട്ട എം.എ. ലത്തീഫിനൊപ്പം അണികളുണ്ട് എന്ന യാഥാർത്ഥ്യം മുൻനിർത്തി തന്നെയാണ് ചിറയൻകീഴ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ആദ്യ തോൽവി പ്രഖ്യാപിക്കുന്നത് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലായിരിക്കുമെന്ന്. ജനങ്ങളുടെ മനസ്സറിയാത്ത നേതാക്കന്മാർക്കുള്ള മറുപടിയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിലൂടെ ലഭിക്കുകയെന്നും അവർ പറയുന്നു. പ്രത്യേകം ഒരു കാര്യം ആലോചിക്കുക, ഈ പറയുന്നതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്.